കോഴിക്കോട് കൊടുവള്ളിയിലെ സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ്. നിലവിൽ 5 പേരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രതികളായ രമേശ്, ലതീഷ്, ബിബി, സരീഷ്, വിമൽ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. പിടിയിലായ രമേശിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്തരമൊരു കവർച്ച നടന്നത് എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. ആ വിവരങ്ങളുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങൾ ലിനറ്റ് വർഗീസ നമ്മോട് പങ്കുവയ്ക്കും. ലിനറ്റ്, കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. ഈ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വരുന്നത്? ഈ രമേശ് ഇത്തരത്തിലൊരു കൊട്ടേഷൻ കൊടുക്കാനുള്ള കാരണം എന്താണ് എന്ന കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ലാൽകൃഷ്ണ, ഇതേ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാധ്യമങ്ങളെ കാണാമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിലാണ് തൃശൂർ പാലക്കാട് സ്വദേശികളായ ഈ 5 പേരെ പോലീസിന്റെ പിടിയിൽ കിട്ടുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയിലാണ് ഈ ഒരു ബൈജുവിന്റെ കയ്യിൽ നിന്ന് 2 കിലോയോളം വരുന്ന സ്വർണം കൊടുവള്ളിയിൽ നിന്ന് ഇങ്ങനെ കവർച്ച ചെയ്തത്. ഇതിനുശേഷമുള്ള തെരച്ചിലുകൾക്കൊടുവിലാണ് ഈ നമ്പർ പ്ലേറ്റ് പോലും, കാറിലെത്തിയ സംഘമായിരുന്നു ഈ ഒരു സ്വർണ്ണ കവർച്ച നടത്തിയതെന്ന്. ഇപ്പം ഈ ഒരു ആളുകൾ വ്യാജമായ നമ്പർ പ്ലേറ്റ് വെച്ച വാഹനത്തിലാണ് വന്നതെന്നും പിന്നെ അവരുടെ CCTV ദൃശ്യങ്ങളൊക്കെ പിന്തുടർന്നുകൊണ്ടാണ് പോലീസ് ഇത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു ആളുകളിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂർ സ്വദേശികളായ ആളുകളിൽ നിന്നാണ് ഈ ഒരു സ്വർണ്ണ കവർച്ച നടത്തിയതെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതിന് പിന്നിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇന്ന് പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ലാൽകൃഷ്ണ, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ ഏകദേശം 1 കിലോ സ്വർണം മറ്റോ ആണ് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നു. ഈ ബാക്കി സ്വർണം ഇവരെന്ത് ചെയ്തു? മറിച്ച് വിൽക്കുകയാണോ, അതോ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? നിലവിൽ അത്തരം വിവരങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് പുറത്തുവിട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കൂ എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു രമേശിന്റെ, അതായത് പാലക്കാട് സ്വദേശിയായ രമേശിന്റെ ഭാഗത്തു നിന്നുള്ള കൊട്ടേഷന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു സ്വർണ്ണ കവർച്ച നടത്തിയിരിക്കുന്നത്. കാരണം ഈ ഒരു വ്യക്തി സ്ഥിരമായിട്ട് ഈ ആഭരണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിപ്പം ആ ഒരു സമയത്ത് രാത്രിയിൽ ഈ സ്വർണ്ണം കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് ഈ ഒരു കവർച്ച നടത്തിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായ മുൻകരുതലുകളും ഗൂഢാലോചനയും ഒക്കെ തന്നെ ഇതിന്റെ പിന്നിലുണ്ട്. ഇതിന്റെ പിന്നിൽ രമേശ് അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ബാക്കിയുള്ള ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ലാൽകൃഷ്ണ, ശരി. ലിനറ്റാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായ രമേശ് നൽകിയ ഒരു കൊട്ടേഷൻ്റെ ഭാഗമായിട്ടാണ് 5 പേരടങ്ങുന്ന സംഘം കൊടുവള്ളിയിൽ ബൈജു എന്നയാൾ സ്കൂട്ടറിൽ പോകുമ്പോൾ കാറ് കൊണ്ടുവന്ന തടഞ്ഞു നിർത്തി വടിവാളും മറ്റു കാര്യങ്ങളും കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിക്കൊണ്ടുപോയത് എന്ന് പറയുന്നു. ഇയാളുടെ പക്കലുണ്ടായിരുന്ന സ്വർണം എന്ന് പറയുന്നത് വിൽപ്പനയ്ക്കുള്ളത് മാത്രമായിരുന്നില്ല, കുറച്ച് ആളുകൾ പണിയാനായി ഏൽപ്പിച്ച സ്വർണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇതടക്കമാണ് കവർച്ച നടത്തിക്കൊണ്ട് പോയത്. ഈ സംഭവത്തിൽ സ്വർണം കണ്ടെത്തുക അടക്കമുള്ള കാര്യങ്ങൾ ഇനി വെല്ലുവിളിയാണ്. കാറിൻ്റെ നമ്പർ പ്ലേറ്റ് അടക്കം വ്യാജമായിരുന്നുവെങ്കിലും CCTV കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നാണ് നിർണായകമായ തെളിവുകളും തൃശ്ശൂർ, പാലക്കാട് സ്വദേശികളായിട്ടുള്ള 5 പേരെ നിലവിൽ പിടികൂടാനും സാധിച്ചത്. ലിനറ്റായിരുന്നു ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മോട് പങ്കുവച്ചത്.